ബൽറാം, അതിർത്തിയിൽ കാര്യങ്ങൾ പൊതുവെ ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നു. എങ്കിലും രാജ്യം ജാഗ്രത തുടരുന്നുണ്ട്. പ്രകോപനത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ ഉള്ള സജ്ജമായി തന്നെ ഇന്ത്യൻ സൈന്യം നിൽപ്പുണ്ട്. ഈ നേരം പുലർന്നു വരുന്നു, കടകളൊക്കെ തുറന്നു വരുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നു. എങ്ങനെയായിരുന്നു ഈ ഇന്ത്യ പാക് സംഘർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ കാര്യങ്ങൾ, ആ നിലയിലേക്ക് തന്നെ പൂർണ്ണമായും ശ്രീനഗർ എത്തുന്നുണ്ടോ നേരം പുലർന്നു വരുമ്പോൾ, ബൽറാം? റിജിത്ത്, ഈ സമയത്ത് അത്തരത്തിൽ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് ശ്രീനഗർ എത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 18 ദിവസമായി ശ്രീനഗറിൽ കണ്ട പോലെ ഈ ഒരു സമയത്ത് തെരുവിൽ ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല. അതിന് കാരണമായി നമുക്ക് വിലയിരുത്താൻ കഴിയുക ഇന്നലെ രാത്രിയുണ്ടായ അപ്രതീക്ഷിതമായ ആശങ്ക തന്നെയാണ്. പാകിസ്ഥാന്റെ ഒരു ചതി അത് തിരിച്ചറിയുന്നു ജനങ്ങൾ, അതിൽ ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തെരുവിൽ വളരെ കുറവാണ് ആളുകൾ. സാധാരണ നിലയിൽ കാണുന്നതിൽ പകുതിയിൽ കുറവാണ് ഇന്ന് തെരുവിലുണ്ടായിരിക്കുന്ന ആളുകൾ. ഒപ്പം തന്നെ സ്ഥിരം 24 മണിക്കൂറും തുറക്കുന്ന കടയൊഴികെ മറ്റൊന്നും തുറന്നിട്ടില്ല ഈ ഒരു സമയം. സാധാരണ നിലയിൽ ശ്രീനഗറിൽ രാവിലെ വളരെ പെട്ടെന്ന് നേരം വെളുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ 5:30 മുതൽ തന്നെ കടകളും മറ്റും തുറന്നു വരാറുണ്ട്. ഒപ്പം തന്നെ വൈകിട്ട് 7:30 വരെ വെളിച്ചം ഉണ്ടാകാറുണ്ട്, പകൽ ഉണ്ടാകാറുണ്ട് ഇവിടെ. അതിനാൽ വളരെ വൈകി അടയ്ക്കുന്ന കടകളുമാണ് ഇവിടെ കാണാറുള്ളത്. ഇന്ന് ആളുകളുടെ ഒരു ആശങ്ക മാറി വരുന്നതേയുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ അവർ മുഴുവനായും സാധാരണ നിലയിലേക്ക് തെരുവിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ നേരിൽ കാണുന്ന സാഹചര്യത്തിലൂടെ നമുക്ക് പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ ഒരു നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്, അല്ലെങ്കിൽ ഒരു ചതി തന്നെയാണ് ഉണ്ടായത്. മുൻപ് ഈ സംഘർഷം ആരംഭിച്ച ആദ്യ 3 ദിവസങ്ങളിലും 4 ദിവസങ്ങളിലും ഇല്ലാത്ത അത്രത്തോളം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ശ്രീനഗറിലെ ആകാശത്ത് ഇന്നലെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. അത്തരത്തിലുള്ള വെളിച്ചങ്ങൾ കണ്ടതും അത് പാക് ഡ്രോണുകളാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം പിന്നീട് ഉണ്ടായി. നിരീക്ഷണ ഡ്രോണുകളാണ് എന്നാൽ അയച്ചത് എന്നും അവ മടങ്ങിപ്പോയി എന്നുമാണ് ലഭ്യമായ അല്ലെങ്കിൽ പിന്നീട് എത്തിയ ഒരു വിശദീകരണം എന്നുള്ളത്. എങ്കിൽ പോലും അത് ജനങ്ങളിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. കൂടാതെ പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിന് പിന്നാലെയാണ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത്. ജനങ്ങൾ സ്വയം തെരുവിൽ നിന്നും വീടുകളിലേക്ക് ഓടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രി 8:30-ക്ക് ശേഷം പിന്നീട് ശ്രീനഗറിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 3 ദിവസത്തെ ബ്ലാക്ക് ഔട്ടിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ആളുകൾ സ്വയം പൂർണ്ണമായും വെളിച്ചമണച്ച് വീടിനുള്ളിൽ തന്നെ ആശങ്കകളോടെ കഴിയുകയായിരുന്നു. അത് ആ ഒരു ഭയം മാറി വരുന്ന ഒരു സമയം എടുക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം റിജിത്ത്, ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ പട്ടാള മേധാവി ഈ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ അസീം മുനീറിനെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ അഭിസംബോധന ചെയ്തില്ല, എവിടെയാണെന്ന് അറിയില്ല എന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിൽ അസീം മുനീർ എന്നാൽ ഈ വെടിനിർത്തലിന് അല്ലെങ്കിൽ ഇന്ത്യയെ അനുനയിപ്പിക്കുന്നതിനായി ചർച്ചയ്ക്കായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. USA, കൂടാതെ ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്ക് നേരിട്ട് പാക് പട്ടാള മേധാവി അസീം മുനീർ എത്തി ഈ വിഷയത്തിൽ ഇടപെടണം എന്നും ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. കാരണം ആദ്യ ദിവസത്തിൽ തന്നെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചതോടെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നുപോയതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയത് പാക് പട്ടാള മേധാവിക്ക്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഓടി നടന്നുള്ള ചർച്ചാ ശ്രമങ്ങൾക്ക് ഭയപ്പെട്ടുള്ള ഓട്ടത്തിന് സാക്ഷ്യം വഹിച്ചത്. ഒളിച്ചോട്ടമായിരുന്നില്ല, അതൊരു ഭയന്നോട്ടമായിരുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിഷയത്തെ വിലയിരുത്താൻ. തുടർന്ന് തുടർച്ചയായുള്ള ഇടപെടൽ, നേരിട്ട് തന്നെ പോയി ചർച്ച നടത്തലെല്ലാം തന്നെ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനുശേഷം പാകിസ്ഥാൻ തന്നെ മുൻകൈയെടുത്ത് നടപ്പാക്കിയ വെടിനിർത്തലിന് പിന്നാലെയും അത് ലംഘിക്കാനുള്ള ശ്രമം ഉണ്ടായി പാകിസ്ഥാന്റെ ഭാഗത്ത്. മറ്റു വഴികളില്ലാതെ, ഗത്യന്തരമില്ലാതെയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിന് പാകിസ്ഥാൻ വരുന്നത്. അവർ തന്നെയാണ് അതിന് മുന്നോട്ട് വരുന്നതും. കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാന നഗരങ്ങളടക്കം നിലംപരിശായി നിൽക്കുകയാണ്. അവരുടെ സൈനിക സംവിധാനങ്ങളൊക്കെ നിലംപരിശായി നിൽക്കുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത്. പക്ഷേ
അതിനിടയിലും അവരുടെ ഭാഗത്തു നിന്ന് തെറ്റിച്ചുകൊണ്ടുള്ള പ്രകോപനങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിലടക്കം ഈ വിഷയം ഇന്ത്യ ഉയർത്തില്ലേ ബൽറാം? തീർച്ചയായും രജിത്ത്, ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ അസാധാരണമായി അസമയത്ത് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ഈ ചതിയാണ്, ഈ വഞ്ചനയാണ്, കരാറുകൾ ഉറപ്പുകൾ താണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ ഉയർത്തിക്കാട്ടും എന്നുറപ്പാണ്. പ്രത്യേകിച്ച് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആദ്യമായ പ്രഖ്യാപനം നടന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നായിരുന്നു. US ആണ് ഈ വിഷയത്തിൽ ഒരു മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ താല്പര്യം എടുത്തിരുന്നത് ഈ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം US അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഉയർത്തിക്കാണിക്കും എന്നുറപ്പാണ്. ഇത്തരത്തിൽ വെടിനിർത്തൽ എന്ന ഉറപ്പ് നൽകി തുടർന്ന് മണിക്കൂറുകൾ പോലും പിന്നീട് മുമ്പ് അത് ലംഘിക്കപ്പെടുന്ന സാഹചര്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ഒരു രാജ്യവും അന്താരാഷ്ട്ര തലത്തിൽ ചെയ്യാൻ പാടുന്ന ഒരു മര്യാദയല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസമുണ്ടായ നടപടികൾ എന്നുള്ളത്. ഇത് കൃത്യമായി തന്നെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഇന്ത്യ എന്ന ഉറപ്പാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യം എന്ന് ഇന്ത്യ പലതവണ വിശേഷിപ്പിച്ചത് എന്ന കാര്യം ഇന്നലെ ഈ നടപടിയിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലും ഇന്ത്യ ബോധ്യപ്പെടും. ഈ വെടിനിർത്തൽ നിലവിൽ വന്നു എങ്കിൽ പോലും ഇന്ത്യയിലെ അതിർത്തി മേഖലയിലെ സൈനികരും ഒപ്പം തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനവും കൃത്യമായി ജാഗ്രതയിലാണ്. പാകിസ്ഥാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കഴിഞ്ഞ ദിവസം നടത്തിയ അപ്രതീക്ഷിതമായ ഈ ഒരു ഡ്രോൺ ആക്രമണ ശ്രമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൃത്യമായും ആ ഘട്ടത്തിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഉറപ്പിനെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലായിരുന്നു, ജാഗ്രത തുടരുകയായിരുന്നു എന്ന് തന്നെയാണ് ആ ഡ്രോണുകൾ മടക്കി വിളിക്കാൻ അവർ നിർബന്ധിതരാകാൻ കാരണമായതും. ഒപ്പം തന്നെ